നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 10 മുഗൾ രാജഭരണത്തിൻ്റെ സ്ഥാപനം. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെ മുഗൾ രാജവംശം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുഗൾ രാജവംശം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ബാബറാണ്. അപ്പോൾ ബാബർ പണ്ട് പർഗാന എന്ന് പറഞ്ഞ രാജ്യത്തിലെ രാജാവായിരുന്നു. അപ്പം അദ്ദേഹം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഫോറിൻ ട്രാവലേഴ്സ് ഉണ്ടല്ലോ, അതായത് വിദേശ സഞ്ചാരികൾ പർഗാനയിൽ എത്തിയിട്ട് ഇന്ത്യയെ പറ്റിയിട്ടും ഇന്ത്യയുടെ അളവുറ്റ സമ്പത്തിനെ പറ്റിയിട്ടും ആരുടെ പറഞ്ഞു കൊടുത്തു? നമ്മുടെ ബാബറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ബാബറിന് എന്ത് ചെയ്തു? അത് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ ബാബർ വിചാരിച്ചു, ഒന്നാമതേ ഈ പർഗാന എന്ന് പറഞ്ഞ രാജ്യത്ത് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പുറത്താക്കിയാലും തനിക്ക് ഇന്ത്യയിൽ പോയിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കാം. അവിടെ ഇന്ത്യയെ പിടിച്ചടക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒന്നാമതേ എന്താണ്, ഇന്ത്യയിൽ പല ഭാഗങ്ങളും പല രാജാക്കന്മാരുടെ കയ്യിലാണ്, ഈസി ആയിട്ട് പിടിച്ചടക്കാം. ഇന്ത്യയിൽ മാത്രമല്ല അളവുറ്റ സമ്പത്തും ഉണ്ട്. അങ്ങനെ നമ്മുടെ ബാബർ നേരെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ വന്ന് ബാബർ ആദ്യമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത് 1526. ആരും തമ്മിൽ നടന്ന യുദ്ധമാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം ലോധിയും നമ്മുടെ ബാബറും തമ്മിൽ നടന്ന യുദ്ധമാണ്. എന്തിനെ ചൊല്ലിയിട്ട്? നമ്മുടെ ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്തെ ചൊല്ലിയിട്ട് നടന്ന ഒരു ഇന്ത്യയിലെ ഒരു നിർണായകമായിട്ടുള്ള യുദ്ധമായിരുന്നു. അപ്പോൾ അതിൽ ആര് ജയിച്ചായിരിക്കും? നമ്മുടെ ബാബർ തന്നെ ഇതിൽ വിജയിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തോടു കൂടി ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്ന പ്രദേശം ബാബർ കൈക്കലാക്കി. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. അങ്ങനെ അത് കഴിഞ്ഞു അടുത്ത് ബാബർ പോയത് നമ്മുടെ ഉത്തരേന്ത്യ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉത്തരേന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? നമ്മുടെ റാണാ സിംഗ് ആയിരുന്നു. അപ്പം റാണാ സിംഗും ബാബറും തമ്മിൽ അടുത്തൊരു യുദ്ധം ഉണ്ടായത് 1527 എന്തിനെ ചൊല്ലിയിട്ട്? നമ്മുടെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങൾ മുഴുവനും അധികാരത്തിലാക്കാനായിട്ട്. ഇതിൽ ആര് ജയിച്ചു? സ്വാഭാവികം ബാബർ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ബാബർ നേരെ അഫ്ഗാൻ രാജാവായിട്ടുള്ള ലോധിയുമായിട്ട് വീണ്ടും വേറൊരു യുദ്ധം ഏർപ്പെട്ടു. അതായത് വീണ്ടും വേറൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടെ ഈ ഒരു അഫ്ഗാന്മാരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് പിടിച്ചടക്കാനായിട്ട് ബാബർ വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയിലുള്ള ഭൂരിഭാഗം പ്രദേശങ്ങൾ, അതായത് ഡൽഹി, ഉത്തരേന്ത്യ, പിന്നെയുള്ള ബാക്കി ചെറിയ പ്രദേശങ്ങളും ആരുടെ കയ്യിലായി? നമ്മുടെ ബാബറിൻ്റെ കയ്യിലായി. ഇങ്ങനെയാണ് ബാബർ ഓരോ സ്ഥലങ്ങളായിട്ട് പിടിച്ചടക്കിയത്. ഇനി നമുക്ക് ബാബറിൻ്റെ മകൻ്റെ കാര്യത്തിലേക്ക് പോകാം. ബാബറിൻ്റെ മരണത്തിന് ശേഷം സ്വാഭാവികമായിട്ട് ആരായിരിക്കും ഭരിക്കുന്നത്? നമ്മുടെ ഹുമയൂൺ ആയിരിക്കും. ഈ ബാബർ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അഫ്ഗാൻകാരെന്ത് ചെയ്തു? നേരെ വന്നിട്ട് നമ്മുടെ മുഗൾസിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചടക്കി. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഹുമയൂൺ അവരിൽ നിന്നും യുദ്ധം ചെയ്ത് ആ പ്രദേശങ്ങൾ തിരിച്ച് മുഗൾസിനോട് ചേർത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തൻ്റെ രാജപദവിയിലേക്ക് കയറിയത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും നല്ല കപ്പാസിറ്റി ഉള്ളൊരു ഭരണാധികാരിയായിരുന്നു നമ്മുടെ ഹുമയൂൺ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ദയാലുവായിട്ടുള്ള വ്യക്തിയായിരുന്നു. ആരെന്ത് വന്ന് ചോദിച്ചാലും ഇദ്ദേഹം ചെയ്തു കൊടുക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഹുമയൂണിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകനായിട്ടുള്ള അക്ബർ അധികാരത്തിൽ വന്നു. ഈ ഹുമയൂൺ വളരെ ചെറുപ്പത്തിലായിരുന്നു മരിച്ചത്. അപ്പോൾ അക്ബറിന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ കുട്ടികൾ. അതിൽ കുറച്ചും കൂടെ പക്വതയുള്ളത് നമ്മുടെ അക്ബറിന് മാത്രമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ അക്ബർ അധികാരത്തിൽ വന്നു. ഇദ്ദേഹം വളരെ മതസഹിഷ്ണുതയുള്ള വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ മതത്തിൻ്റെ അടുത്തും വളരെയധികം ഒരു സഹിഷ്ണുത, അല്ലെങ്കിൽ എല്ലാ മതത്തിനോടും വളരെയധികം ഇഷ്ടവും പഠിക്കാനൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു ക്രിസ്ത്യൻ മിഷണറീസ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ അക്ബർ പറഞ്ഞു, ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ വിചാരിച്ചു, ഓക്കെ, ഇപ്പോൾ അക്ബറിനെ നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ടു. അക്ബറിൻ്റെ ഉദ്ദേശം എന്തോന്നായിരുന്നു? അതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവരുടെ അക്ബറിനെ എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആക്കാനായിരുന്നു നോക്കിയത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അക്ബർ ഭരണത്തിലായ സമയത്ത് അക്ബർ ചെയ്തൊരു പ്രവൃത്തിയാണ്, അന്ന് മുസ്ലിംസിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി, കുറേ പ്രശ്നങ്ങൾ അവർ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നുള്ളൊരു മോചനം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പുതിയൊരു മതം ഉണ്ടാക്കി, ദിൻ ഇലാഹി എന്ന് പറഞ്ഞ മതം. ഇതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ തന്നെ ഒരു നവീകരണമായിട്ടുള്ള ഒരു മതമാണ് നമ്മുടെ ദിൻ ഇലാഹി എന്ന് പറഞ്ഞ മതം. ഇത് ഇദ്ദേഹം ഉണ്ടാക്കി. ഇതാണ് അക്ബറിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, അക്ബറും ഹെമുവും തമ്മിൽ ആ ഒരു ഇടയിൽ ഒരു യുദ്ധം ഉണ്ടായി 1556. എന്തിന്? ഡൽഹിയും ആഗ്രയ്ക്കും ചുറ്റുള്ള കുറച്ച് പ്രദേശങ്ങൾ ഈ ഹെമുവിൻ്റെ കയ്യിലായിരുന്നു. ഇത് പിടിച്ചടക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹെമുവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇതിനെയാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതാണ് നമ്മുടെ അക്ബറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
അങ്ങനെ അക്ബറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹുമയൂൺ അധികാരത്തിൽ വന്നു. ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഒരു 12 ശാസനകൾ പുറപ്പെടുവിച്ചു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുരക്ഷിതത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു 12 ശാസനകൾ ഇദ്ദേഹം പുറപ്പെടുവിച്ചു. അതുമാത്രമല്ല, നീതിയുടെ ചങ്ങല എന്ന് പറയുന്ന ഒരു ചങ്ങല അദ്ദേഹം സ്ഥാപിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് നേട്ടങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രജപുത്രന്മാരുമായിട്ട് എന്ത് ചെയ്തു? ഒരു യുദ്ധം ചെയ്തു, അവരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഈ മുഗളന്മാരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ആരാന്ന് ചോദിച്ചാൽ മറാത്തമാരും അതേപോലെ രജപുത്രരുമാണ്. ഒരു കാരണമല്ലാതെ എന്ത് ചെയ്യും? രാജ്യത്തെ വന്നിട്ട് ഇവരിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ജഹാംഗീറിൻ്റെ മരണത്തിന് ശേഷം അധികാരത്തിൽ വന്നു? ഷാജഹാൻ അധികാരത്തിൽ വന്നു. ഷാജഹാൻ അത്യാവശ്യം നല്ലൊരു ചക്രവർത്തിയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മുംതാസിൻ്റെ മരണത്തോടു കൂടി ഇദ്ദേഹത്തിന് റിലേ പോയി. മുംതാസിൻ്റെ മരണത്തോടു കൂടി ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ ഒരു ഭരിക്കാനായിട്ടുള്ള ആ ഒരു ഇത് പോയി, റിലേ പോയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ മുഗളന്മാരുടെ സമ്പത്ത് എല്ലാം ഉപയോഗിച്ചിട്ട് ഭാര്യയുടെ കബറിടം കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു. അതിന് എക്സാമ്പിളാണ് നമ്മുടെ താജ്മഹൽ. ഇപ്പം കാണുന്ന താജ്മഹൽ ഉണ്ടല്ലോ, അത് അന്ന് അദ്ദേഹത്തിൻ്റെ മുഗളന്മാരുടെ പൈസയൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് താജ്മഹൽ ഓരോന്നും ഡെവലപ്പ് ചെയ്ത് വന്നത്. പക്ഷേ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രാജ്യം എന്ത് ചെയ്തു? വീണ്ടും വീക്കായി. കാരണം ഇവരൊന്ന് വീക്കാവുന്ന സമയത്ത് നമ്മുടെ മറാത്തകളും രജപുത്രന്മാരും തലപൊക്കി വന്ന് എന്ത് ചെയ്യും? നമ്മുടെ രാജ്യം വീണ്ടും പിടിച്ചടക്കും. അങ്ങനെ എന്ത് ചെയ്തു? വീണ്ടും ഇവർ വീക്കായി. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഷാജഹാൻ്റെ അല്ലെങ്കിൽ ജഹാംഗീറുടെ 3ാമത്തെ മകനായിട്ടുള്ള ഔറംഗസീബ് ഷാജഹാനെ പിടിച്ചിട്ട് തുറങ്കലിലാക്കി. വെറും തുറങ്കലിലാക്കിയത് മുംതാസിൻ്റെ കബറിടം കാണാൻ പറ്റുന്ന ആ ഒരു ആംഗിളിലുള്ള ഒരു റൂമിലാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഷാജഹാനെ പൂട്ടിയിട്ടിട്ട് പറഞ്ഞു, കാരണം നീ ഇനി ഭരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്ന് എൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടു. എൻ്റെ ഔറംഗസീബ് എന്ത് ചെയ്യാൻ തുടങ്ങി? രാജ്യം ഭരിക്കാനായിട്ട് തുടങ്ങി. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു സുന്നി മുസ്ലിമാണ്. മുസ്ലിംസിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണ സമയത്ത് രാജ്യത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൊട്ടാരത്തിൻ്റെ അകത്ത് സംഗീതമില്ല, നൃത്തമില്ല, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല, ലഹരിയില്ല, നികുതിയില്ല, ഒന്നുമില്ല. അപ്പോൾ അത്രയ്ക്കും ഇസ്ലാംസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഔറംഗസീബ് എന്ന് പറയുന്ന ആൾ. അങ്ങനെ നിന്ന് മാത്രമല്ല, രജപുത്രന്മാരുമായിട്ടുള്ള ആ ഒരു പ്രശ്നം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി വഷളായി. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ മുഗൾ ഭരണം നേരിട്ട കുറച്ച് വെല്ലുവിളികൾ. നമുക്കറിയാം, മുഗളന്മാരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ ആരായിരുന്നു? നമ്മുടെ രജപുത്രന്മാരും മറാത്തമാരും. ഇപ്പം നമ്മൾ ഓരോ രാജാവിൻ്റെ ഭരണത്തെപ്പറ്റി പഠിച്ചു വരുമ്പോഴും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, സൈനികർക്ക് നല്ല രീതിയിലുള്ള പരിശീലനമൊന്നും ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ശിവജിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ മറാത്ത സാമ്രാജ്യത്തിനെ പറ്റിയിട്ട്. അപ്പം ശിവജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവജിയാണ് നമ്മുടെ 17ാം നൂറ്റാണ്ടിൽ നമ്മുടെ മറാത്ത രാജവംശം രൂപീകരിച്ചത് നമ്മുടെ ശിവജിയാണ്. ഇദ്ദേഹം അടിപൊളി രാജാവാണ് കേട്ടോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ അധികാരവും ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഒരു 8 അംഗ മന്ത്രിമാരുണ്ടായിരുന്നു. രാജ്യത്തെ ഇദ്ദേഹം പല പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഭാഗത്തും ഓരോ ആളുകളെ നിയമിച്ച് എന്തിനു വേണ്ടിയിട്ട്? രാജ്യഭരണം നല്ല രീതിയിൽ ഭരിക്കാനായിട്ട്. മാത്രമല്ല, ഇദ്ദേഹം എന്ത് ചെയ്തു? നികുതി എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിലെയും ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം നികുതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട 2 നികുതികളാണ് നമ്മുടെ ബിജാപ്പൂരിൽ ഇദ്ദേഹം നടപ്പിലാക്കിയത്, ചൗത്തും സദ്ദേശ് മുഖും. ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കാം കേട്ടോ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് 1 വേർഡിന്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത് നോക്കാനായിട്ടുള്ളത് എന്താണ് 3ാം പാനിപ്പത്ത് യുദ്ധം. ഈ 3ാം പാനിപ്പത്ത് യുദ്ധം നടന്നത് നമ്മുടെ അഫ്ഗാന്മാരും മറാത്താവരും തമ്മിൽ നടന്ന യുദ്ധമാണ്. എന്തിനു വേണ്ടിയാണ് നടന്നതെന്ന് ചോദിച്ചാൽ, വടക്കേ ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കാനായിട്ട്. ഇതിന് സ്വാഭാവികമായിട്ടും ആര് ജയിച്ചായിരിക്കും? നമ്മുടെ അഫ്ഗാൻകാർ ജയിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ലാസ്റ്റ് വരെ കണ്ട ആളുകൾ ഞങ്ങൾ ലാസ്റ്റ് വരെ കണ്ടു എന്ന് മിസ് ചെയ്യുന്നൊന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമായേനെ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.